സോഷ്യൽ മീഡിയ ഇതിലൊക്കെ കാണുന്ന പോലെ മീഡിയകളിൽ കാണുന്ന പോലെ ഇതാണ്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാലിങ്ങനെ വന്നോണ്ടിരിക്കും, ഇതിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ഇതൊന്നും യാഥാർത്ഥ്യം. അതായത് ഇപ്പൊ നമ്മൾ തമിഴ്നാട് കണ്ടില്ലേ, ചൂട് കാലത്ത് പശുക്കളുടെ പാല് കുറയുന്ന ഒരു രീതി സ്വാഭാവികമായിട്ടുണ്ട്. എന്നാൽ ചൂട് കാലത്തും പാല് കുറയാത്ത ഒരു ഫാമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇടപ്പറമ്പിൽ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീമോൻ മാത്യു. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ദേശം എന്ന സ്ഥലത്ത് ഹുസൈനിക്കയുടെ പശു ഫാമിലാണ്. ഇവിടെ 11 പശുക്കളുണ്ട്. ചൂട് കൂടുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പശു ഫാമിലെ ആ ഒരു പാലുൽപാദനം 100 ലിറ്ററാണ്. അത് കുറയുന്നില്ല എന്നാണ് പ്രധാനം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഹുസൈനിക്കയുടെ ഈ തൊഴുത്തിലെ പശുക്കൾക്ക് എങ്ങനെയാണ് പാല് കുറയാതിരിക്കുന്നത്, അതുമാത്രമല്ല ഈ 100 ലിറ്റർ പാലുൽപാദനം കൊണ്ട് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലാഭകരമായി മുന്നോട്ട് പോകുന്നത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നേരെ പോകാം. നമസ്കാരം. ഇപ്പോൾ ചൂട് കൂടുതലാണ്, പശുക്കൾ എന്താ പറയുക എക്കരയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പാല് കുറയുന്നു എന്നുള്ളൊരു പൊതുവേ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണെങ്കിലും എറണാകുളം ജില്ലയിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പൊ ഇക്കയുടെ ഇവിടുത്തെ ഒരു അഭിപ്രായം ഇപ്പൊ ചൂടുകാലമാണല്ലോ. ചൂടുകാലം പൊതുവെ സ്വാഭാവികമായിട്ട് പശുക്കളുടെ ഉൽപാദനം കുറയും. അതിൽ നിന്ന് നമ്മൾ ആളുകൾ പറയുന്നത് പോലെയുള്ള ഭീമമായ രീതിയിലുള്ള ഒരു പശുവിനൊന്നും ഒരു 1/2 ലിറ്ററൊക്കെ കുറയുന്ന സാഹചര്യം അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. കാരണം വെച്ചാൽ മിക്കവരും പറയുന്നു ഒരു പശുവിന് ഒരു 1 മുതൽ 2 ലിറ്റർ വരെ കുറയുന്നു. അതായത് അത് 10 പശുക്കളാകുമ്പോൾ 10 മുതൽ 20 ലിറ്റർ വരെയുള്ള ഭീമമായ ഒരു നഷ്ടം എന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെയാണോ? ഞാനിപ്പോൾ ഒരു ദിവസം ഒരു ആവറേജ് 100 ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 2, 4, 6, 8, 10, 11 ഉണ്ട്. ഓക്കെ. അപ്പോൾ ആവറേജ് ഒരു 100 ലിറ്റർ പാല് നമ്മൾ ഉണ്ട്. ഇപ്പൊ അത് കുറയാണെങ്കിൽ എന്തോരം കുറയുന്നുണ്ട്? ഇപ്പൊ അതിൽ കുറയാറില്ല. കൂടുതലാണ് കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ 110, 115 അല്ലെങ്കിൽ 105 ഒക്കെ വരുന്നത്. അപ്പൊ അതൊരു 3-5 ലിറ്റർ പാല് കുറഞ്ഞാലും 100 ലിറ്റർ ആവറേജ് നമുക്ക് ഉണ്ട് കിട്ടുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 100 ലിറ്റർ വെച്ച് കുറഞ്ഞാൽ ഒരു 5 ലിറ്റർ കുറയും ശരിക്കും. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പ്രതിരോധം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു രക്ഷ, അതായത് ഇങ്ങനെ ഒരു മാറ്റമുള്ളത്? പ്രതിരോധം ചെയ്തല്ല. നമ്മൾ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഹൈബ്രിഡ് പശുക്കളൊന്നും നമ്മുടെ അടുത്ത് വലിയ കാര്യമായിട്ടില്ല. ഒക്കെ ഈ നാടൻ ജേഴ്സി പശുക്കളാണ്. അവർക്ക് ഈ പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഇത്. പിന്നെ ഇവർ ഈ ചൂട് കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ധാതുക്കൾ വായിന്ന് ഇങ്ങനെ വെള്ളം അണച്ചിട്ട് പശു വായിന്ന്. ഇനിയിപ്പോ കാണിക്കാനാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ പറ്റും നമുക്ക്. ആ ഒരെണ്ണത്തിന് മാത്രം. ബാക്കിയുള്ള ഈ കാണുന്ന പശുവിന്റെ വായിൽ നിന്നും വരുന്ന ഈ കാണുന്ന വെള്ളം, ആ വെള്ളത്തിലാണ് ശരിക്കും ധാതുക്കൾ പോകുന്നത്. പക്ഷെ ബാക്കി ഒരു പശുക്കൾക്കും അങ്ങനെ ഇല്ല. എന്നാൽ അത് ശരിക്കും തണല്ല നിൽക്കുന്നത്. ശരിയാട്ടോ. ശരിക്കും ഒരു നാടൻ ക്രോസ് ആണ് താനും അല്ലെ? നാടൻ ക്രോസ് ആണ് താനും. പക്ഷെ അതിന് വെള്ളം ഇങ്ങനെ വായുന്ന, അതായത് ശരിക്കും പശുവിന്റെ ധാതുക്കളാണ് പോകുന്നത്. പക്ഷെ ഈ കാണുന്ന പശുക്കൾക്ക് ഒന്നും ആ പ്രശ്നമില്ല. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മണിയാകുമ്പോൾ ചൂടാണല്ലേ? 8 മണിയാകുമ്പോൾ ചൂടാണ്. 8 മണിക്കാകുമ്പോഴേക്കും ചൂടായി. ഇപ്പൊ 10 മണി ആയതുകൊണ്ട് എന്നിട്ടും ഇവരാരും ശരിക്കും അണപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാടൻ പശുവാണ് ഇക്കോടെ വളർത്തുന്നത്. ധാതുക്കൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഇക്ക. ധാതുക്കൾ നഷ്ടപ്പെടുമ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാൽസ്യം കൊടുത്താൽ മതിയോ? കാൽസ്യം കൊടുത്താൽ പോലെ. ധാതുക്കൾക്ക് അതിന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കറിയുപ്പ്, അതുപോലെ തന്നെ സോഡാപ്പൊടി. കറിയുപ്പ്, സോഡാപ്പൊടി അല്ലേ? ഇതെപ്പോഴും അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കണം. ഓക്കെ. ആള് ആ ഒരു കയറൊന്ന് ഇതാക്കിയല്ലേ? കയറ് അതിന്റെ ഇതിലേക്ക് വട്ട കയറാണ് അത് കണ്ടത്. ശരി ശരി. വട്ട മോന്ത ഇതിന്റെ ഉള്ളിൽ കൂടി. ഇതിപ്പോ മുഖം താഴ്ന്നിരിക്കണല്ലേ? അഴിച്ച് ശരിയാക്കണം. ഇപ്പറം കെട്ടണം. ആ കയറം കഴിച്ചു കഴിഞ്ഞാൽ റെഡി ആവും. ഉപ്പ് കൊടുക്കണം, സോഡാക്കാരം കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പശുവിന്റെ വായിന്ന് പോകുന്ന ആ ഒരു ധാതുക്കൾ, ആ വെള്ളം, അപ്പൊ അതിനൊരു പരിഹാരമാവും അല്ലെ? അതിന് പരിഹാരമാവും. അപ്പൊ പിന്നെ ഈ പറഞ്ഞ കാര്യമില്ല കുഴപ്പം. ഇതൊന്നും ആരും മിക്ക ആളുകളും ഇത് ചെയ്യാറില്ല. കാരണം വളരെ നിസ്സാര വിലയുള്ള സാധനമാണ്. പക്ഷെ അതവര് മൈൻഡ് ചെയ്യുന്നില്ല. ഉപ്പ് എന്ന് പറയുമ്പോൾ ഈ കറിയുപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പാണോ അതോ മറ്റേ? കല്ലുപ്പാണ്. അത് ഒരു പിടി 25 ഗ്രാം ഒരു പശുവിന് കൊടുത്താൽ മതി. ഒരു നേരമാണോ അതോ ഒരു ദിവസം? ഒരു ദിവസം. ഓ ഓക്കെ. അപ്പൊ ഒരു ദിവസം ഒരു പിടി കല്ലുപ്പും പിന്നെ സോഡാക്കാരം 25 ഗ്രാം. കൂടുതൽ വരണ്ട. പിന്നെ സോഡാക്കാരം ഇത് കൊടുക്കല്ലെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെയാണോ? സോഡാക്കാരം അല്ലെങ്കിൽ കറിയുപ്പ്. അപ്പൊ കറിയുപ്പ് കൊടുക്കാൻ ഈ 25 ഗ്രാം വെച്ച് കൊടുത്താൽ അപ്പൊ അവര് പോകുന്ന ധാതുക്കൾ അവർക്ക് തിരിച്ചു കിട്ടും. അപ്പൊ കാൽസ്യം മാത്രം പോരാ എന്നാണ് എനിക്ക് പറയുന്നത്. കാൽസ്യം കൂടുതൽ പാലുള്ള പശുക്കൾക്ക് 10 ലിറ്ററിന്റെ കിട്ടുമ്പോഴാണ് 8 ലിറ്ററിന്റെ മുകളിലേക്കൊക്കെ വരാണെങ്കിൽ നമ്മൾ കാൽസ്യം അതിപ്പോൾ നമ്മൾ ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇക്കയുടെ ഇവിടെയുള്ള പശുക്കൾക്ക് എന്തോരം പാലുൽപാദനമുള്ള പശുക്കളൊക്കെ കൂടുതലുള്ളത്? ഇപ്പൊ എൻ്റെ ഇപ്പൊ ചെനയുള്ള പശുവുണ്ട്, ഇടക്കറ പശുക്കളും. അതായത് കാലത്തൊരു 10 ലിറ്ററൊക്കെ ഉള്ള പശുക്കളുണ്ട് നമുക്ക്. അപ്പൊ അവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് വളർത്താത്തത്?
ഹൈബ്രിഡ് വളർത്താത്തതിന് നല്ല സൗകര്യം നമുക്കില്ല. സൗകര്യം എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ആ രീതിയിലുള്ള ഇതായി ഈച്ചയും കൊതുകും മറ്റേ ഇതും വെയിലും ചൂടും ഒക്കെ പഠിക്കുന്നതിന് വലിയ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഹൈടെക് ഫാമൊക്കെ വളർന്ന് അവർക്കൊക്കെ ഇനിയിലാണ് അത് പറ്റും. അതെ അതെ. അപ്പോൾ അത് ആ രീതിയിൽ സംവിധാനം തൊഴുത്തിലുണ്ടാവും. അല്ല, അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് വളർത്താം സുഖമായിട്ട് വളർത്താം. അല്ലെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് പശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ്. ഇവരെ ഇത്രയും പ്രതിരോധ ശക്തി അവർക്ക് ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ അതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇത്രയും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസം 2 നേരം കൊണ്ട് ചിലപ്പോൾ 40-50 ലിറ്റർ പാല് 2 നേരം കൂടി അവർ ഉൽപ്പാദിപ്പിക്കും. ഈ 2 നേരം കൂടി ഇത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സംവിധാനം അവർക്ക് വേണമല്ലോ. സംവിധാനം വേണം, ഈ ചൂടത്ത് പ്രത്യേകിച്ച് വേണം. അപ്പൊ അത് കിട്ടുന്ന സംവിധാനമുള്ള തൊഴുത്തെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളതായിരിക്കണം, വലിയ നല്ല മറ്റുള്ള ഈ പറഞ്ഞ ചൂട് തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ, വെള്ളം സ്പ്രേ ചെയ്തൊക്കെ സ്പ്രിങ്കിളൊക്കെ പിടിപ്പിച്ച് ചെയ്ത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ഇവിടെ എന്താ പറയാ, ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് ആകെ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മേളിലൊരു ഫാനും പിന്നെ ആ ഒരു സൈഡിൽ നിൽക്കുന്ന ഫാനും അല്ലേ? അപ്പൊ ആ ഫാൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള അവിടെ തണുത്ത കാറ്റ് കിട്ടും, ചോലേക്കുള്ളതിന്റെ വരും. അപ്പൊ ആ കാറ്റ് തള്ളുമ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് തന്നെ കാറ്റിന് ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തള്ളിയാണ് പോകുന്നത്. അപ്പോൾ അവർക്കൊരു ആശ്വാസം. അതുകൊണ്ട് പശുക്കൾക്ക് പ്രശ്നം അല്ലി ഇവിടേക്ക് ഇന്ന് അണച്ച ഭയങ്കര ഇതായിട്ടോ. ഇത് അതൊന്നും ഇല്ലാണ്ട് തണലൊക്കെ നിങ്ങളുടെ പശുവിന് അവിടെ കണ്ടത് നമ്മൾ അതുകൊണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും പല ക്ഷീരകർഷകരും പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പശുക്കളെ വളർത്തി ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പാല് കുറയും, നമുക്ക് അതുകൊണ്ട് നഷ്ടമാണ്, നമുക്ക് അത്ര ലാഭമൊന്നും കിട്ടൂല എന്നാണ് സ്വാഭാവികമായിട്ടും മിക്കരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മിക്കരും ഈ ഹൈബ്രിഡ് പശുക്കളോട്ട് മാറുന്നത്. ഇക്കയുടെ അഭിപ്രായത്തിൽ 3 മാസം എന്നൊക്കെ പറയാം, അതൊക്കെ വെറുതെ പറയുന്നത്. 3 മാസം കിട്ടിയിട്ട് പശുവിനെ വളർത്താനേ പറ്റും. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രമാതീതമായിട്ട് പാല് കുറയൊന്നുമില്ല. പ്രസവിച്ച ഒരു 6-7 മാസം കഴിയുന്നവർ നല്ല അതിന് എത്രയെന്ന് പറഞ്ഞാൽ മാക്സിമം പാല് കിട്ടുന്ന സമയമാണ്. അതിൽ നിന്ന് പിന്നെ എന്തെങ്കിലും 1 ലിറ്റർ 1/2 ലിറ്റർ 1 ലിറ്റർ, അതായത് ഒരു 15 ലിറ്റർ കിട്ടുന്ന പശു ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 മാസം അല്ല ഒരു 6 മാസത്തോളം ആ പാല് തന്നെ കിട്ടിയിരിക്കും. അതായത് ഒരു 3 മാസം 4 മാസം നമ്മൾക്ക് ഇവർ മതിക്കും. ആ സമയത്ത് 4 മാസം നമ്മളെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാൽ അങ്ങനെ നിലനിൽക്കും. അങ്ങനല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ചെന മുറുകി പിന്നെ അത് വരുമ്പോഴാണ് പിന്നെ പാലിൽ എന്തെങ്കിലും കുറവ് വരുന്നത്. ആ സമയത്ത് കുറയാതിരിക്കണമെങ്കിലാണ് ഈ പറഞ്ഞവര് നമ്മൾ കാൽസ്യം നന്നായിട്ട് കൊടുക്കും. കാൽസ്യം എന്തോരം നമ്മൾ കൊടുക്കും? ഒരു 50 മില്ലി വെച്ച് കൊടുത്താവേ പെർ ഡേ അല്ലേ? 50 മില്ലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ഒരു 300 രൂപ ലിറ്ററിന് വരുന്നുണ്ടെങ്കിൽ 15 രൂപയുടെ കേസല്ലേ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനല്ലേ. അപ്പോൾ ഈ 15 രൂപ സാധനം കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന 1/2 ലിറ്റർ 1 ലിറ്റർ പാല് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലാഭമല്ലേ? ഈ വാർത്തകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല വാർത്തകളും കേട്ടു, നമ്മൾ ക്ഷീരകർഷകർ ഇങ്ങനെ ഭയങ്കര പ്രതിസന്ധിയിലാണ്, ചൂട് കൂടുതലാണ്, പാല് വറ്റാണ്, എന്താ പറയുക, എല്ലാം കൊണ്ടും ആകെ ഒരു പ്രശ്നങ്ങളിലാണ്. ഞാനിവിടെ 60 രൂപയൊക്കെ പാല് വിൽക്കുന്നത്. ഇവിടെ അടുത്ത പരിസര പ്രദേശങ്ങളിലൊക്കെ 70, 75, 80 രൂപയിൽ പാലിന് വിൽക്കുന്നത്. ഞാൻ 60 രൂപയൊക്കെ പാല് വിൽക്കുന്നത്. ഈ 60 രൂപയ്ക്ക് പാക്ക് ചെയ്താൽ വിൽക്കുന്നത്. ഓക്കെ, അത് ഇവിടെ വന്ന ആള് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ലാഭമാണ്. അപ്പോൾ ഞാൻ ഇത്ര വർഷമായി ഞാൻ ഇതുകൊണ്ട് തന്നെയല്ലേ ജീവിച്ചു പോകുന്നത്. ഇപ്പോഴും ജീവിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും വേറെ ജോലിയുണ്ട്? എനിക്ക് ഒരു ജോലിയും ഇല്ല, ഇത് തന്നെ ജോലി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പശു വളർത്താൻ തോന്നും അല്ലെ? ഉറപ്പായിട്ടും പശു വളർത്തിന് ഒരിക്കലും നഷ്ടം വരില്ല. പിന്നെ നഷ്ടം വരുന്ന കേസ് പറയാം. അത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് ബാധിക്കുമ്പോൾ നമ്മൾ കണ്ട് സംസാരിക്കുമ്പോഴേ ഇപ്പൊ ഈ വലിയ മറ്റേ എന്താ പറയുക, വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഭയങ്കരമായിട്ട് പശുക്കളെ ആളുകളൊക്കെ നിർത്തിയിട്ട് 10-30 പണിക്കാരും കുറെ പശുക്കളെയൊക്കെ മേടിച്ച് ഈ മേഖലയായിട്ട് ഒരു ബന്ധമില്ലാണ്ട് കുറെ തൊഴുത്തൊക്കെ ഉണ്ടാക്കി, കുറെ പശുക്കളൊക്കെ ഉണ്ടാക്കി, കുറെ ബംഗാളി ബീഹാറി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെയും കൊണ്ട് നിർത്തിയിട്ട് എന്നിട്ടില്ല സോഷ്യൽ മീഡിയ ഇതിലൊക്കെ കാണുന്ന പോലെ, മീഡിയകളിൽ കാണുന്ന പോലെ ഇതാണ്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇതിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ഇതൊന്നും യാഥാർത്ഥ്യം. അതായത് ഇപ്പൊ നമ്മൾ തമിഴ്നാട് കണ്ടില്ലേ, സിനിമ പുള്ളി ശരിക്കും സിനിമ കാണുന്നതാണ്. പക്ഷെ പുള്ളി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോ ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങളല്ല അവിടെ വരുന്നത്. യാഥാർത്ഥ്യമായിട്ട് ഒരുപാട് ഇതുള്ളതാണ്. അപ്പൊ ഇത് എഴുതി ഉണ്ടാക്കുന്ന പോലെയാണ്. ശരിക്കും അധ്വാനമുണ്ട്, പക്ഷെ അധ്വാനിച്ചാൽ നമ്മൾ അധ്വാനിച്ചാലാണ് ഇത് നിലനിൽക്കുള്ളൂ. അതല്ല പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി. അവര് പശുവിന് എന്ത് സംഭവിച്ചാലും അവരുടെ ഉത്തരവാദിത്തം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മൃഗ ഡോക്ടറെ ഏർപ്പാട് ചെയ്യണം, അതിന്റെ സംവിധാനങ്ങൾ അതിൽ ഒരുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ചെയ്ത് നമ്മളതിന്റെ കൂടെ നിൽക്കണം. ഞാൻ അതാനിയാണെന്നൊക്കെ പറഞ്ഞ മോളിൽ കൂടി നടന്നുകൊണ്ട് ഇവര് പണിക്കാരെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കേസല്ല. അപ്പൊ നമ്മൾ അങ്ങനെ വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇപ്പൊ മറ്റേ ഇസ്രായേലിലും അവിടെ ഇവിടെയൊക്കെ ഈ ന്യൂസിലാൻഡിലൊക്കെ പശുവിനെ വളർത്തണല്ലേ, ഹോളണ്ടിലൊക്കെ അവിടെയൊക്കെ ഏറ്റവും വലിയ പശുക്കൾ അവിടെ അത് സർക്കാർ ഇതിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതിൽ ഞാൻ ഈ സർക്കാരിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, ഇപ്പൊ പല ക്ഷീരകർഷകരും പറയുന്നത് നമ്മള്
ഇപ്പൊ സംഘത്തിൽ അളന്നിട്ട് നമുക്ക് അത്ര ലാഭകരമാവില്ല. അത് രണ്ട് രീതിയിൽ ചെയ്താലും അതുകൊണ്ട് ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. പോകുന്നില്ല. പൂർണ്ണമായിട്ടും സംഘങ്ങളിൽ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെ 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 അതെ. അത് തദ്ദേശ ഭരണ ഈ ത്രിതല പഞ്ചായത്തുകളുടെ തന്നെ സബ്സിഡി ഉണ്ടാവും. പിന്നെ മിൽമ എന്നാണെങ്കിൽ മിൽമയുടെ അവർ ഇൻസെൻറ്റീവ് ഉണ്ടാവും. പിന്നെ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് പ്രത്യേക ഒരു ഇൻസെൻറ്റീവ്. പിന്നെ മറ്റുള്ള ആനുകൂല്യങ്ങൾ പലതും. ചൂടിന്റെ എന്തോ ഇൻസെൻറ്റീവ് വരുന്നുണ്ടോ? ചൂടിന്റെ ഒരു അത് മലബാർ ഏരിയ ആണോ അതോ കേരളം മൊത്തം എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു മലബാർ ഏരിയ. അതിനൊരു ഇൻഷുറൻസ് ഉണ്ട്, ഹീറ്റിന്. അത് ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഏതാണ്ട് 50 രൂപ 40 രൂപ കൊടുത്ത് പശുവിന് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കൂടുതലായിട്ട് ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് ഒരേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പശുവിന് 2000 രൂപ വെച്ച്. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല, കഴിഞ്ഞ തവണ നല്ല ചൂടുണ്ടായില്ല. പക്ഷേ ഈ തവണ നല്ല ചൂടുണ്ട്. ഇതുപോലെ ദോഷം പാസ്സായിട്ടില്ല. കഴിഞ്ഞ മുമ്പത്തെ തവണ അതിൽ കിട്ടിയായിരുന്നു. ഈ തവണ പാസ്സാക്കിയിട്ടില്ല. സർക്കാരൊക്കെ മാറിയത് ഇനിയിപ്പോൾ ഇനി തവണ ഇൻസെന്റീവ് പറഞ്ഞ പഞ്ചായത്തുകളുടെ സബ്സിഡി കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞ അനുസരിച്ച് ഇനിയിപ്പോ സംഘത്തിൽ അളന്നാലും നമുക്ക് നഷ്ടം വരാനില്ല. ഒരിക്കലും നഷ്ടം വരില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അതായത് ഉൽപാദന ചെലവ് എത്രയും കുറക്കാൻ കഴിയും, അവിടെയാണ് പോയിന്റ്. നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റും. അതല്ല ഉൽപാദനം, എനിക്ക് ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എനിക്കിവിടെ 10-20 ലിറ്റർ പാലിന്റെ ആവശ്യമുള്ളൂ, അതേ വിൽക്കണമെന്നുള്ളൂ. ഞാൻ ഒരു 120 ലിറ്റർ പാല് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തായാലും ശരിയാണ്. ശരി. അപ്പൊ അതാ മേഖല നോക്കണം. അപ്പോൾ ഇത് സെയിലാക്കിയിട്ട് വീണ്ടും പൈസ ആക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് മാക്സിമം കുറക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പശുവിന് നമുക്ക് പെർ ഡേ എത്രത്തോളം ചെലവ് വരും? ഇപ്പോൾ ഏറ്റവും കൂടി ഒരു 10 കിലോ തീറ്റയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. 10 കിലോ തീറ്റ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? പെല്ലറ്റ്, വൈക്കോല്, പുല്ല്, എല്ലാ സാധനം കൂടി നമുക്ക് 10 കിലോ. അതായത് പെർ ഡേ ആണോ അതോ ഒരു ദിവസം? അതിന് പുറത്ത് വരുന്ന വെച്ചാൽ വൈക്കോലാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അതിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വില വരുന്നില്ല. 1 കിലോത്തിന് 5 രൂപ 6 രൂപയൊക്കെ നമുക്ക് വില വരും. അപ്പോൾ 1 കിലോ 2 കിലോ 1 കിലോ വൈക്കോല് 2 കിലോ 2 നേരമായിട്ട് കൊടുത്താൽ നമുക്ക് അതിന്മേൽ ഒരു ഇത് വരുന്നില്ല. ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം വർഷങ്ങളായിട്ട് പശു വളർത്തി ജീവിക്കുന്ന ഈ പറയുന്ന പശു അല്ലാണ്ട് മറ്റൊരു വരുമാനമില്ല. 11 പശു, ഞങ്ങളിപ്പോ 3ാമത്തെ വീഡിയോ ഒക്കെയാണ് ചെയ്യണേ. 11 പശു അന്നുണ്ട് ഇന്നുണ്ട്, സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് അതിന് പ്രശ്നമില്ല. മക്കളുടെ കല്യാണം നടന്നതും ബാക്കി കാര്യങ്ങൾ, ജീവിത നിലവാരം, വീടിൻ്റെ ഇപ്പം ഈ അടുത്താണ് മതിലും വീടൊക്കെ ശരിക്കും പെയിൻറ്റ് ചെയ്യും, മറ്റേ സാധനങ്ങളൊക്കെ ചെയ്ത് ഇതാക്കി. ഇതൊക്കെ ഇതിൽ നിന്ന് അല്ലാണ്ട് വേറെ 1 രൂപയുടെ വരുമാനം എനിക്ക് വേറെ സ്ഥലത്തൊന്നും വരുന്നില്ല. എനിക്കൊരു ദിവസം പണി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1000 രൂപ, അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 രൂപയില്ലേ? അതെ അതെ അതെ. അപ്പം എൻ്റെ കൂടെ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ ഒരാൾ കൂടി 260,000 രൂപ മാസം കിട്ടും. അതെ അതെ അതെ. ഈ 60,000 രൂപ എനിക്ക് ചിലവ് തന്നെയില്ല. 1000 എന്തായാലും കിട്ടുമല്ലോ. അതെ 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 അതെ. 1000 രൂപ കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാവുന്ന സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്. ആവറേജ് ഒരു 100 ലിറ്റർ പാല് ഞങ്ങൾ ഉൽപ്പാദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് 2000 വെച്ച് എന്തായാലും കിട്ടും. ശരി ശരി. നേരെ മറിച്ച് ഞാൻ ഒരു 3 പശുവുള്ളൂ, അതിൽ ഈ പറഞ്ഞ കാര്യം 2 പണിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വെറുതെ കയറിയിരുന്നത്. ഇനി എനിക്ക് 300 പശുവുണ്ട്, അപ്പൊ മുഴുവൻ പണിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വെറുതെ കയറിയിരുന്നാലും നഷ്ടമായിരിക്കുള്ളൂ. കാരണം വെച്ചാൽ ഇതിലൊന്നും നമ്മുടെ കണ്ണെത്തുന്നില്ല. ഇതിപ്പോ ഫുൾ ടൈം നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ തൊഴിലേക്ക് വരുന്നത് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വന്നാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അതുപോലെ തന്നെ സംവിധാനം, ചൂട് കുറക്കാനുള്ള സംവിധാനം ജീവിച്ചു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അപ്പോൾ പശുവിനെ അതിനെ മാറ്റി കിട്ടും. അപ്പൊ ആ ഒരു പശുവിന് മാത്രമല്ല, അതിനെ നല്ല അറ്റത്തുകൊണ്ട് കെട്ടിയിട്ട് പോലും അതിന് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ സുഖമായിട്ട് കിടക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല ഇവർക്കൊന്നും. അപ്പൊ നല്ല ചൂടാണ് ഇപ്പൊ. ഓക്കെ. പിന്നെ മറ്റു കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തുനിന്ന് പശുക്കളെ വാങ്ങാണെന്ന് തോന്നുന്നു, അല്ലാണ്ട് നമ്മൾ ഇവിടെ ഇപ്പോഴും അങ്ങനെ പശുവിനെ വാങ്ങാറില്ല. ഇപ്പൊ ഇതിൽ തന്നെ ചെനവുള്ള 3 ഉണ്ട്. അതിപ്പോ മാറി മാറി ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ മാറി മാറി പ്രസവിച്ച് വരുമ്പോൾ നമുക്ക് അതിന്റെ പുറത്ത് നമുക്ക് കൂടുതൽ പാലിന്റെ ആവശ്യം വരാണെങ്കിൽ നമ്മൾ മേലെ അതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് പശുക്കൾക്ക് വന്നിട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പകരത്തിന് നമ്മൾ മാറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മതിയാവും, ധാരാളം മതിയാവും. ഇവിടെ തന്നെ ഉണ്ടായ പശുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ടായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. അതായത് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 11 എണ്ണത്തെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അത് നമ്മൾ മേടിച്ചാ ഒരുപാട് വർഷങ്ങളായി. ഇതൊക്കെ മേടിച്ചിട്ട് 8-9 വർഷമായിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് കാലമായി. സാധാരണ ഈ 8-9 വർഷമൊക്കെ എങ്ങനെ നിർത്താൻ പറ്റും നമ്മൾ? കാരണം വെച്ചാൽ അതെങ്ങനെ ഇവര് ആരോഗ്യത്തോട് നിർത്തുന്നു? ആരോഗ്യത്തിന് പറഞ്ഞാൽ അവര് സംരക്ഷണ രീതിയിലാണ്. സംരക്ഷണ രീതി അതായത് പറഞ്ഞാൽ അവര് ഭക്ഷണ ക്രമം മെയിൻ ആയിട്ട് വരുന്നത് അതാണ്. അത് ഇങ്ങനെ വാരി വലിച്ച് ഫുൾ ടൈം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നില്ല നമ്മളിവിടെ. ഓക്കെ. രാവിലെ കറക്കുന്ന സമയത്തായി 4 മണിക്കാണ്, വെളുപ്പിന് 4 മണിക്കാണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. തീറ്റ പല്ലറ്റും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുല്ല വൈക്കോലും ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം. പിന്നെ ഉച്ചക്ക് 2 മണിക്കാണ് ഇവരെ കറക്കാൻ വരുന്നത്. ആ സമയത്താണ് പിന്നെ ഒരു 12 മണിയാകുമ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവരെ കഴിച്ച് ഇതാക്കി നിർത്തിയിട്ട് അപ്പോൾ വീണ്ടും ഭക്ഷണം കൊടുക്കുന്നു. മാത്രല്ല പിന്നെ കാൽസ്യം കൂടി തീറ്റയിൽ ഉൾപ്പെടുത്തുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തി ഉപ്പും അല്ലെങ്കിൽ എന്താ പറയാ സോഡാക്കാരം അത് ഈ വേനക്ക് മാത്രം കൊടുത്താൽ ഈ ഇതിന്റെ ആ ഒരു
ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ശരി ശരി ശരി. അങ്ങനെ ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ തീറ്റ അത് ഇനി ഉച്ച ഈ കഴിഞ്ഞാൽ സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് ഈ പറഞ്ഞ ഉപ്പോ അല്ലെങ്കിൽ സോഡാക്കാരൻ കൊടുക്കുന്ന ആ ഒരു രീതി എത്ര നാളായിട്ട് ചെയ്യുന്നത്? അത് ഈ ചൂടുകാലത്ത് ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ആണല്ലേ? ഉപ്പ് ആ സമയത്താകുമ്പോൾ ഒരു ഉപ്പ് വേണം മേടിക്കും. അപ്പോൾ അതിങ്ങനെ ഇവർക്ക് ചിരിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു 2-3 മാസത്തേക്ക് അത് മതിയാവും. ഓക്കെ. പിന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കി അതനുസരിച്ച് ചെയ്യുന്നു. എത്ര മാക്സിമം എത്ര ചിലവ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 നേരത്തെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ശരി. പിന്നെ വിശ്രമമാണ്. ഇത്തരത്തില് വലിയ പാത്രങ്ങളിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കും അല്ലേ? ഇത് തീറ്റ കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ആവശ്യമുള്ളവരൊക്കെ കുടിച്ചിട്ടുണ്ടാകും മുഴുവനായിട്ട്. ചിലവർ കുറച്ചാൽ കുടിക്കുള്ളൂ. ശരി. എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് പശുക്കളല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ മതി നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. അതായത് ഹൈബ്രിഡ് അല്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 100 ലിറ്റർ പാൽ. 100 ലിറ്റർ പാൽ, അതായത് അത്രയും മതി നമുക്ക് ഉത്പാദിപ്പിച്ചാൽ മതി. കാലത്ത് ഒരു 70-75 ലിറ്റർ പാൽ കിട്ടും. ഒരു 40-45 ലിറ്റർ 100-110 നമുക്ക് നിൽക്കും. ഓക്കെ. അതായത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഈ പറയുന്ന ഉത്പാദിപ്പിക്കുന്ന ആ 100 ലിറ്റർ നമ്മൾ വീടുകളിലാണോ അതോ സൊസൈറ്റി കൊടുക്കുന്നത്? കുറച്ച് സൊസൈറ്റിയിൽ കൊടുക്കും, കുറച്ച് ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കും. ഞാൻ വീട്ടിൽ കൊടുക്കല്ല, ഇവിടെ വന്ന് സൊസൈറ്റി നമ്മൾ എന്തായാലും സംഘം നിലനിൽക്കണമെന്നുള്ള. പിന്നെ മറ്റൊരു ഗവൺമെന്റ് സ്കീമുകളൊക്കെ നമുക്ക് കിട്ടും. അത് തന്നെയല്ല ആ സൊസൈറ്റി പരിസരത്ത് തന്നെ സംഘത്തിൽ തന്നെ സ്ഥിരമായിട്ട് പാല് വേണ്ടിയിരുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒരു ഇത് ചെയ്തിട്ടാണ് അപ്പൊ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ജീവിതമാർഗം മാത്രമല്ല, സാമൂഹികമായിട്ടൊരു സേവനം കൂടി സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു രീതി എന്തായാലും നമ്മൾ ഉൾക്കൊണ്ടിട്ടേ പറ്റുള്ളൂ. എനിക്ക് മാത്രമായിട്ട് എന്നുള്ള രീതി കൺസെപ്റ്റ് ശരിയുമല്ല. ശരിക്കും ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. നല്ല കർഷകനാവുള്ളൂ. അതെ 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 അതന്നെ. എനിക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല ശരി ശരി. അപ്പൊ നമ്മളിതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ശരി. ആളുകൾ പറയുന്ന രീതിയിൽ എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവ് കൂടുമ്പോഴാണ് നഷ്ടത്തിലേക്ക് വരുന്നത്. അതെ അതെ. ഇവിടെ പരിസരത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകളെ എനിക്കറിയാം. ഉൽപ്പാദന ചെലവ് കൂടുകയാണ് അവരുടെ. അതായത് ഇവര് പാല് സെയിലിന് പോവുകയാണ്. സെയിൽ ഇവരെ പശുക്കൾ നിൽക്കണതോടത്തിൽ അതിൽ ഫാമിലോ തൊഴുത്തിലോ എന്തെങ്കിലും നിന്നിട്ട് എന്താണ് പോരായികളും കാണാനോ നോക്കാനോ ഇവർക്ക് സമയം കിട്ടുന്നില്ല. ഇവര് ഫുൾ ടൈം സെയിലാണ്. ഇത് നമ്മൾ നോക്കുന്നവർ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നോക്കുന്നു, നമ്മൾ പുറത്തെങ്കിലും സെയിൽ ചെയ്യുന്നില്ല. ഇല്ല ശരി. എനിക്കിനിപ്പോൾ ഇത് കൂടുതൽ ഒരുപാട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഞാൻ വലിയ സ്വപ്നം കണ്ടിട്ടൊന്നും കാര്യമൊന്നും. നിലവിലുള്ളത് നമ്മുടെ നിലർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും സമാധാനപരമായി. അതല്ല ഇനി അത് വേണം ഇത് വേണം ഞാൻ ആധാരം കൊണ്ട് ബാങ്കിൽ വെച്ച് കുറെ കാശ് മേടിച്ചു കുറെ പശുക്കളെ മേടിച്ചു എന്ന് കേട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാധ്യത കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ആ രീതിയിലൊക്കെ നമ്മൾ ഇത് വലിയ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ സംവിധാനം വേണം. നമ്മൾ അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാം പഠിക്കാരെ ഉദ്ദേശിച്ചിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അത് എല്ലാ മേഖലയും അത് തന്നെയാണ്. ഇവിടുത്തെ ചില ചെറുപ്പക്കാരുണ്ട്, അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്ത് മടുത്തിട്ട് നമ്മൾ നാട്ടിലോട്ട് വരണം, ഇവിടെ ഒന്ന് സെറ്റിൽ ആവണം, അതിന് പശു ഒരു ജീവിതമാർഗമാക്കണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇക്കൊക്കെ എന്താ പറയാനുള്ളത്? എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൻ സൗദിയിലായിരുന്നു. അവന് ഭാര്യയും 6-7 മക്കളുണ്ട്. ചെറുപ്പക്കാരൻ നിന്റെ പ്രായം തന്നെ ഉള്ളൂ. ഓക്കെ. അവരവിടെ തന്നെ സെറ്റിലായതാണ്. ഇപ്പം അവന് അതൊക്കെ നിർത്തി. അത് നല്ലൊരു മെക്കാനിക്കാണ്. അന്നിപ്പോൾ പുന്നപ്രയാണ് അവൻ്റെ വീട്. പുന്നപ്ര ഒരു 3-4 ഏക്കർ സ്ഥലം അവന് പനിയിൽ തന്നെ മേടിച്ചാണ്. മേടിച്ച് അതിൽ പുല്ലൊക്കെ ഇട്ട് ഇപ്പോൾ തൊഴുത്തൊക്കെ പണിത് ഒരു 10-30 പശുക്കളെ ഇതാക്കാനുള്ള രീതിയിൽ പശുവിനെ മേടിച്ച് ഇപ്പോൾ പാല് അവിടെ ഡയറിക്ക കൊടുത്തുകൊണ്ടിരിക്കുക മുഴുവൻ പുന്നപ്ര. ഞാൻ ഇപ്പോൾ എടുക്കന്നെ വിളിക്കാറുണ്ട്. നല്ലറിഞ്ഞ എൻ്റെ പേര്. അവന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. സക്സസ് ആണോ? സക്സസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ ആള് സക്സസ് ആയി? ഒറ്റയടിക്ക് 30 വരാണോ? അതെ, ഒറ്റയടിക്ക് തന്നെയാണ് പശു. ആദ്യം തന്നെ 10 പശുവിനെ മേടിച്ചു. അവിടെ നിന്ന് വന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം തൊഴുത്താണ് പണത് വലുതായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഇരിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ കട്ടങ്ങട്ട പറ്റാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ 10 പശു മേടിച്ചു. അതിപ്പോൾ അങ്ങോട്ട് 3 മാസമായിട്ടേ ആയിട്ടുള്ളൂ. 10 പശുവിനെ ആദ്യം മേടിച്ച് പിന്നെ അങ്ങനെ മേടിച്ച് ഇപ്പോൾ 20 ഉണ്ട്. ഇനി 10 മേടിക്കണം. ഇപ്പൊ ഈ ചൂടായതിന്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നു മാത്രമേ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാല് മൊത്തം ഡയറിയില്ല കൊടുക്കുന്നത്. ഹൈബ്രിഡ് പശുക്കളൊക്കെ. അത്തരത്തിലുള്ള ചെറുപ്പക്കാരും നമ്മുടെ ഈ മേഖലയിട്ട് വരുന്നുണ്ട്. ഇതാണെന്ന് നമ്മൾ ആ ഇത് എടുക്കാൻ തയ്യാറാവണം. ശരിയാ. അതല്ലാതെ മേത്ത് പൊടിയാവാതെ കർഷകനാണെങ്കിൽ കർഷകന്റെ രീതി തന്നെ. അതല്ല വേറൊരു രീതി, ഒരു ഓഫീസ് വർക്ക് ചെയ്യണവന്റെ രീതിയിലാണെങ്കിൽ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. ഒരിക്കലും കർഷകനാവുന്നില്ല. കർഷകന്റെ രീതി വേറെയാണ്, മറ്റേത് വേറെയാണ്. മറ്റേ വൈറ്റ് കോളറാണ്. അത് അവർക്ക് ആ രീതി. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും മറ്റേ കാണുന്ന പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിലിരുന്ന് കണക്കൂട്ടി ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ പല സാധനം കണ്ടുപിടിക്കും. ഒരിക്കലും അവർ പ്രാവർത്തികമായിട്ട് അത് ഉൽപ്പാദിപ്പിച്ച് ഒരു
സെയിൽ നടത്തിയിട്ട് ഒരു വാണിജ്യാടിസ്ഥാന ലെവലിലേക്ക് വരാനൊന്നും അവർക്ക് പറ്റില്ല. അവർ പല സാധനങ്ങൾ കണ്ടുപിടിക്കും, അതിന് അവർക്ക് കഴിവുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യില്ല, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിറ്റ് ഇതിലേക്ക് വരാൻ അവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല, അത് ചെയ്യുമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി അത് ചെയ്തോളൂ. അത് തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാലും അവനത് തന്നെ ചെയ്യുന്നത്. ശരി ശരി. കർഷകന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കർഷകനായിട്ടിരുന്നാൽ ഇപ്പോൾ വിൽപ്പന ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ശരിക്കും ഒരു ബിസിനസ്സുകാരനായിട്ടിരുന്ന് നമ്മൾ ശരിക്കും പശു വളർത്തിയാലല്ലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഒരു പ്രോഡക്റ്റിന് നമ്മൾ മാക്സിമം വില കിട്ടുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ശരി. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപഭോക്താക്കൾക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞ വിലയിൽ. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുകയും ചെയ്യുള്ളൂ. ശരിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീടിന് ചുറ്റും എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഏതാണ്ട് വെളുപ്പിന് 3 മണി 4 മണി മുതൽ ഇഷ്ടം പോലെ പല കച്ചവടക്കാർ ഇതിൽ വന്നാൽ കൊണ്ടുപോയി വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആർക്കും കൊണ്ടുപോയി കൊടുക്കുന്നില്ല. 15 വർഷമായിട്ട് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട്. 4:30 5 മണിക്ക് മുമ്പ് 4:30 ആകുമ്പോഴേക്കും ആളുകൾ ഇവിടെ വന്ന് പാല് മേടിച്ചുകൊണ്ട് വേണം. ഒരാൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കില്ല. ഈ വർഷങ്ങളായിട്ട് തന്നെ ആളുകൾ ഇവിടെ വന്ന് മേടിക്കുന്നവരെ ഇവരില്ല. ഈ പാല് മുഴുവൻ ഇവിടെ തന്നെ. അതിൽ ഈ 100 ലിറ്ററിൽ 100 ലിറ്റർ പാലില്ലെങ്കിൽ ഒരു 10-25 ലിറ്റർ ആയിരിക്കും ഡയറി കൊടുക്കുന്നത്. ബാക്കി മുഴുവൻ ഇവിടെ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. മിനിമം വിലക്ക് തന്നെ കൊടുക്കുന്നത്. ഇപ്പോഴെല്ലാവരും വില കൂട്ടി പല സ്ഥലത്ത് ഡയറിയിൽ പോലും വെക്കുന്ന 65-നാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും 60 രൂപക്കാണ് ഇവിടെ വിറ്റുന്നത്. കാരണം ഈ പരിസരത്തുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ 1 രൂപ 2 രൂപ കുറച്ച് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. അതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കിയാൽ ഞാനിപ്പോഴും കസ്റ്റമറെ പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ആവശ്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് എവിടെയായാലും 1 രൂപ കുറഞ്ഞിട്ട് അത്രയായി എന്ന് വിചാരിക്കുന്ന ആൾ. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം, അവിടെ രാവിലത്തെ ഫുഡിന് 30 രൂപ കൊടുത്തിറങ്ങി വയറ് ഭക്ഷണം കിട്ടും, ഇവിടെ ഇത്രയും കിട്ടും എന്നൊക്കെ കേൾക്കുന്നത്. അത് ആളുകൾ പറയാൻ കാരണം എന്താ, ഈ ഇത്രയും ഭീമമായ സംഖ്യക്ക് ആളുകൾ ഇതൊക്കെ വില കൂടിയ സമയത്തും ഈ രീതിയിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വാർത്തയാവുകയാണ്. അതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ 60 രൂപ കൊടുക്കുന്നു. ഇവിടെ പരിസരത്തുള്ളവരെല്ലാവരും ഇനി കൂട്ടണ 70 ഉള്ളവർ 70-ന് മുതലാകുന്നില്ല മറുപടി ചോദിക്കും. ഞാൻ 60-ന് വിറ്റിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല, നഷ്ടവും ഇല്ല. നമ്മൾ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ ഈ 2-3 കുറിയൊക്കെ എൻ്റെ കയ്യിൽ, അതിനൊക്കെ കാശ് തീർന്ന പോകുന്നത്. അതായത് മാസത്തിൽ എന്ന് പറഞ്ഞാൽ 10, 20,000, 25,000 രൂപ നമ്മൾ ആ രീതിയിൽ നമ്മളൊരു സേവിങ്സും കൂടി പറഞ്ഞല്ലോ. കാരണം വെച്ചാൽ പശു വളർത്തിയാൽ മാത്രം പോരാ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പുതിയ പശുക്കളെയും വാങ്ങണം, നമുക്കും ജീവിക്കണം, എന്താ പറയുക, മുന്നോട്ട് പോകണം എന്ന സേവിങ്സും വേണം. അപ്പോൾ ഇക്കയുടെ അഭിപ്രായത്തിൽ പശു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും? പശു വളർത്തുന്നത് എപ്പോഴും പശുക്കളെ വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇത് നീ നേരത്തെ ചോദിച്ചാൽ ഹൈബ്രിഡ് പശു എന്ന് പറയാണ്ട് ഹൈബ്രിഡൊന്നും ആയിരിക്കണമെന്നില്ല. ഒരു 10-20 ലിറ്റർ പാല് ദിവസം കിട്ടുന്നതാണെങ്കിൽ ഒരു 5 പശു കൊണ്ട് മതി. ശരി 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 ശരി. 5 പശു കൊണ്ട് 100 ലിറ്റർ പാലാ എനിക്ക്. അപ്പോൾ അധ്വാനം കുറയും, സമയം കുറയും. പക്ഷേ ഈ 5 പശുവിൽ നിന്ന് ഈ ഉൽപ്പാദനം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പോയില്ലേ, പണി പാളും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഇതിപ്പോൾ 10 ഇത്ര ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കംപ്ലൈൻറ്റ് വന്നാലും കംപ്ലൈൻറ്റ് വലിയ കാര്യമായിട്ട് വരാനല്ല, വലിയ ചികിത്സയും കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ നാടൻ മരുന്ന് മലയിഞ്ചിയ എന്തെങ്കിലും കൊടുത്ത് അതിന് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വേറെ പശുക്കൾക്ക് വേറെ ഇതായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഈ അലോപ്പതി അരി വേറെ മെഡിസിനൊന്നും അങ്ങനെ കൊടുക്കേണ്ടത്. ആയുർവേദമായിട്ട് എന്തെങ്കിലും കൊടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ട് പോരുകയാണെങ്കിൽ ഈ പശുക്കൾ മാറി മാറി പ്രസവിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യത്തോടുകൂടി നിൽക്കുന്ന പശുവാണെങ്കിൽ 10 ദിവസമൊക്കെ സുഖമായിട്ട് ഇവിടെ നിന്ന് പ്രസവിക്കും. കിട്ടുന്ന പൈസ കൊണ്ട് എപ്പോഴും പശുവിനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5, 6, 8 വർഷം കഴിഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ വരുന്നത്. അതായത് അത്രയും പ്രായമായി പിന്നെ അതിന് പറ്റാതെ ആയാലാണെങ്കിൽ നമ്മൾ അതിന് അടുത്ത മാറേണ്ടി വരും. ഇത് 15 വർഷമായിട്ട് പശു വളർത്തുന്ന ആളുടെ എക്സ്പീരിയൻസ് ആട്ടോ പറയണം. ഞാനിപ്പോൾ എപ്പോഴും അടുത്തൊന്നും ഞാൻ പശുവിനെ മേടിക്കാറില്ല. അപ്പം ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഈ പശു പ്രസവിച്ചാണ് ഇതിൻ്റെ 2 കിടാക്കളാണ് നിൽക്കുന്നത്. അപ്പുറം നിൽക്കുന്നത് അല്ലേ, അറ്റത്ത് കിടന്ന് പ്രസവിച്ചാണ്. അതിന്റെ കിടാവില്ല എന്ന് മാത്രം. ശരി ശരി. അങ്ങനെ ഓരോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നീണ്ട കറവ കിട്ടണ ഏതെങ്കിലും ഒരു പശു ഉണ്ട്, അതായത് 8 മാസമായിട്ട് 10 മാസമായിട്ട് ഒരേ ഒരു കൊല്ലമൊക്കെ കറന്ന പശു അതാ നിൽക്കുന്നത്. ആ വെള്ള പശുവൊക്കെ ഈ കാണുന്ന വെള്ള പശുവിന് ഒരു വർഷമായിട്ടല്ലേ ഇപ്പോഴാണ് കുത്തി വെച്ചാണ്. ഒരു കൊല്ലത്തിൽ കൂടുതലായാലും കറക്കാൻ തുടങ്ങി ആണല്ലേ. അതായത് ശരിക്കും നീണ്ട കറവ കിട്ടി നമുക്ക്. ഇപ്പോഴതിന് 10-14 ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങൾ ഈ ഹൈബ്രിഡ് പശുവിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ആദ്യത്തെ ഒരു 5 മാസം 6 മാസം കൊണ്ടൊക്കെ നമുക്ക് പുതിയൊരു പശുവിനെ വാങ്ങാനുള്ള പൈസ അതിൽ തന്നെ കിട്ടും. ഇത് നമ്മൾ അതെടുത്ത് ചിലവാക്കാതെ പുതിയൊരു പശുവിനെ വാങ്ങാനുള്ള പൈസ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രോസിനും പശുക്കളാണെങ്കിൽ നമുക്ക് എത്ര മാസം കൊണ്ട് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ അങ്ങോട്ട് ചിലവാക്കാതെ നമുക്കൊരു പുതിയൊരു പശുവിനെ വാങ്ങാനുള്ള പൈസ കിട്ടും? എത്ര മാസം? ഈ വേൽമഴ ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റും ഇതൊക്കെ വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ നാടിൻ്റെ പരിസരത്തുള്ള ഒരു കർഷകൻ്റെ 3000-4000 വാഴ പോയോ.
അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാറ്റും മഴയൊന്നും ഉണ്ടാവാറില്ല. അപ്പം കാറ്റും മഴ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ വെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മുൻകരുതൽ എടുക്കേണ്ടി വന്നില്ല. അപ്പം മുൻകരുതലെടുത്തില്ല, മൊത്തം നശിച്ചുപോയി, പുള്ളിയുടെ കണക്കുകളിലൊക്കെ തെറ്റി. ഇതൊരു കാർഷിക മേഖല അതിൻ്റെ പേരിൽ അങ്ങനെ നമുക്ക് ഒരു മുൻവിധിയോടുകൂടി അതങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെയാവും എന്ന് പറയാൻ ഒരിക്കലുമില്ല. ഇപ്പോൾ ഹൈബ്രിഡ് പശുക്കളാണ് നാലിപ്പോൾ ഇവിടെ അടുത്ത ഒരാൾ 2 എണ്ണത്തിലും മേടിച്ചുകൊണ്ട്, അതായത് 3 ലക്ഷം രൂപ കിട്ടിയായി കൊണ്ടുവന്ന് 3ൻ്റെ അന്ന് തന്നെ ഒരെണ്ണം വീണ്. ആ കാശ് ഒരിക്കലും നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. വീണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പാലില്ലാതെ എന്നിട്ട് വെറുതെ ആണ് കൊടുത്തത്. എന്നിട്ട് അവർ പോയിപ്പോണ്ട് 8,000 രൂപ 9,000 രൂപ കൊടുത്തു. 1.5 ലക്ഷം രൂപയുടെ പശുവാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാഹചര്യം വരില്ല. നമ്മുടെ പശു ഇപ്പോൾ വരുന്നതിൽ വീണെന്ന് പറഞ്ഞാൽ ആയിരിക്കും വെട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും മാന്യമായ കാശിന് തരും. കാരണം അത്ര അതിനുള്ള സാധനം ഉള്ളത് പിന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തതായിട്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ പശുക്കൾ സ്വാഭാവികമായിട്ട്, അപ്പോൾ അവർക്ക് അതിനുള്ള പ്രതിരോധ ശക്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവർക്ക് അതായത് ഇവരിങ്ങനെ നാടൻ പശുക്കൾ ഇങ്ങനെ നടന്ന് എവിടെയായാലും കിടന്നു അഴിച്ചു വിടാറില്ല. വേനല കഴിഞ്ഞാൽ അഴിച്ചുവിടേണ്ട കാര്യമില്ല. അതായത് വേനൽ അല്ലാത്ത സമയങ്ങളിൽ അഴിച്ചു വിട്ടാലും കുഴപ്പമില്ല, അഴിച്ചു വിടാറില്ല. അഴിച്ചു വിട്ടാൽ തന്നെ പറഞ്ഞാൽ 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കൾ മേയില്ല. അപ്പോൾ 8-7 മണി 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവണം. പിന്നെ അവിടെ അഴിച്ചു വിട്ടിട്ട് പിന്നെ കൊണ്ടുവന്ന് കയറ്റുന്നതാണ്. അതായത് അപ്പോഴേക്കും വെയിലായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ പാല്. ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ നമുക്ക് പശു വളർത്താൻ ഒരുപാട് സ്ഥലം വേണം, അല്ലെങ്കിൽ പുല്ല് നടണം, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ ഇക്കയുടെ ഇവിടെ ഞാൻ കാണുന്നത് 11 പശുക്കൾ നിൽക്കുന്നുണ്ട്. ഇക്കയ്ക്ക് ഏതാണ്ട് ഒരു 1-2 സെന്റിലാണ് ഈ 11 എണ്ണത്തെ ഇപ്പം നിർത്തിയേക്കുന്നത്. ശരിക്കും പശു വളർത്താൻ കൂടുതൽ സ്ഥലത്തിന് ആവശ്യമുണ്ടോ? പശു ഇങ്ങനെ നിൽക്കുന്നു, വൈക്കോല് മുകളിൽ വെച്ചേക്കുന്നു, വീടിന്റെ മേളില് വൈക്കോലുണ്ട്. ഓക്കെ, വേറെ അതിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ. കാരണം വെച്ചാൽ ഇതിന് വന്ന വേസ്റ്റാണ്, അത് നമ്മൾ നോക്കാനുള്ള സംവിധാനം. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാണകം ഞാൻ വെയിലത്തേക്ക് ഇടും, അതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിക്കാരൊന്ന് കൊണ്ടുപോകും. പിന്നെ വേസ്റ്റ് വെള്ളമാണ്, അത് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അതിൽ കിടപ്പുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളടിച്ച് ഈ ഇവിടുത്തെ മിറ്റത്തേക്ക് ഈ തീറ്റ പുല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വിടും. ആ രീതിയിലേക്ക് വരുന്നതാണ്. വൈക്കോല് മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും സംവിധാനങ്ങൾ. പിന്നെ അടുത്തുള്ള പരിസരത്ത് നിന്നുള്ള വീടുകളൊക്കെ ഉണ്ട്, അവർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. വീടുകളുണ്ട്, ഒരു മണമില്ല ഇപ്പൊ നിൽക്കണത്. ഇത്രയും തുറന്ന ഒരു എന്താ പറയാ തൊഴുത്തായോണ്ടായിരിക്കാം അല്ലേ. പിന്നെ മാത്രമല്ല നമ്മൾ ക്ലീൻ ചെയ്ത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കാറ്റും ഫാനും വെച്ചിട്ട് അതങ്ങനെ കിട്ടും. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ 11 പശുണ്ട്, നമുക്കൊരു തൊഴിലാളിയുണ്ട്. തൊഴിലാളി കറവക്ക് മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. കറവയ്ക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങളെ ചെയ്യുന്നു. അതിൽ ഇവരെ ക്ലീൻ ചെയ്യലും കഴിക്കലും. കൈക്കറവയാണോ അവിടെ? കൈക്കറവയാണ്. അപ്പൊ അയാൾ 2 നേരം വന്ന് കറന്നു തരും. രാവിലെ 4 മണിക്ക് വരും. ഓക്കെ, അതായത് അപ്പൊ ഒരു ഫുൾ ടൈം തൊഴിലാളിക്കുള്ള ഒരു പൈസ കൊടുക്കണ്ട? ഇല്ല, ആ കറക്കാൻ കാശ് കൊടുത്തേ. അതല്ല ഇപ്പൊ ആളെ നിർത്തുകയാണെങ്കിൽ ഇപ്പൊ 25,000 രൂപ മാസം കൊടുക്കണം. ഫുഡും കൊടുക്കണം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ചെയ്ത് കൊടുക്കണം. 25,000 രൂപ കൊടുക്കണം. ഇതിപ്പോ ആൾക്ക് മാത്രം കൊടുത്താൽ ഇങ്ങനെ ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും. അതെ, ശരിക്കും അപ്പൊ സ്വന്തമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു 10 പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബം. അതെനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെ അതെ, ഒരു ജോലിക്കാരനാണെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അവൻ ജോലിക്ക് പോകും. പിന്നെ അതിന്റെ പുറത്ത് വല്ലതും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾക്ക് നമ്മുടെ ഉപജീവന മാർഗമാണിത്. എനിക്ക് വേറെ പണിയില്ല. ഞാൻ ഇതൊക്കെ ശമ്പളത്തിന് ഇരിക്കൊണ്ട് ഞാൻ കസേരയിൽ കയറി ചെയ്തിട്ട് കാര്യമുള്ള. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ പറയും ആ മേഖല നഷ്ടമാണെന്ന്. ആ മേഖല വെറുതെ നഷ്ടത്തിൽ വരും. ഞാൻ ഇവിടെ ശരിക്കും കറക്റ്റ് 3 മണിക്ക് കഴിഞ്ഞിട്ട്. അത്ര നേരത്തെ 3 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഈ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ശരിക്കും കഴിച്ച് നിർത്തുക. അപ്പോഴേക്കും ഒരു 4 മണിയാവും. 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും എല്ലാവരെയും കഴിച്ച് ചാണകനൊക്കെ മാറ്റി കഴിച്ചതൊക്കെ. അത് കഴിഞ്ഞ് തീറ്റ എടുത്ത് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് കറവക്കാരൻ വരുമ്പോൾ തീറ്റ വെച്ച് കൊടുത്തോളം. അപ്പോൾ അയാൾ കറന്നോളും, തീറ്റ തരും. ഈ തീറ്റ കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഏകദേശം കറവയും കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ വൈക്കോലിട്ട് പോകും. അത് കഴിഞ്ഞുകൊണ്ട് ഇവിടെ പാല് കൊടുത്ത് കഴിയുമ്പോൾ ഡയറിയിൽ ബാക്കിയുള്ള പാല് കുറച്ച് ഡയറി കൊണ്ടുപോകും. തിരിച്ചു വന്നുകൊണ്ട് ഇവർക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ ചാണകം നീക്കിയിട്ടേക്ക് ഇവിടെ കിടക്കും. പിന്നെ ജോലി ഇക്ക മാത്രമല്ല ചെയ്യണം എന്ന് തോന്നുന്നു. ഇക്കയും ഭാര്യയും മകനും കൂടി ഒരുമിച്ച് ചെയ്യണം. മകനുള്ള സമയത്ത് അവനും പിന്നെ ഈ 3 മണിക്ക് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ 7 മണിക്കൂറിൻ്റെ നമുക്ക് എനിക്ക് ക്ഷീണം വരും. അപ്പോൾ ഇച്ചിരി നേരം 1 മണിക്കൂർ കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും 11-12 മണി നമുക്ക് വീണ്ടും നമ്മൾ ഇന്നിപ്പോൾ കിടന്നുറങ്ങേണ്ട സമയത്താണ് പിടിച്ച് നിർത്തിയേക്കണം. ഇത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇക്ക എങ്ങനെയാണ് ഇവിടെ എന്താ പറയുക ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇക്ക ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി. അപ്പോൾ ഇനിയും ഇക്കയുടെ ഈ ഒരു പശു വളർത്തൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. താങ്ക് യു.
അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്ഷീര കർഷകനായ ഹുസൈനിക്കയുടെ ഫാമിലെ 11 പശുക്കളിൽ നിന്നും ഇദ്ദേഹം എങ്ങനെയാണ് ലാഭകരമായി മുന്നോട്ട് പോകുന്നത്, അതുമാത്രമല്ല ഈ ചൂടുകാലത്ത് ഇദ്ദേഹം എന്താണ് പശുക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.